ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളുടെ പ്രകാശം ലോകം മുഴുവൻ പ്രകാശിക്കണം. അത് തലമുറകളിലേക്കും എത്തിച്ചേരുന്നതാകാൻ ദൈവം കരുണ കാണിക്കുന്നതാണ്. യൂട്യൂബ് ചാനലിലൂടെ നമ്മുടെ എല്ലാവരുടെയും അനേകം പേരുടെ അനുഭവങ്ങളും അതേസമയം നമുക്ക് കിട്ടിയ വചനവും മറ്റുള്ളവർക്കും അടുത്ത തലമുറയ്ക്കും നിരന്തരം എന്നോണം ഓരോ ദിവസവും വചനപ്രഘോഷണം നൽകുന്ന ഒരു ശുശ്രൂഷയായി നിലനിൽക്കത്തക്ക രീതിയിൽ ദൈവം ഇവിടെ സ്ഥാപിച്ചു നൽകാൻ പോകുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഡിവൈൻ കൂട്ടായ്മ എന്നുള്ളത് വലിയ ഒരു ദൈവവിളി കൂട്ടായ്മയാണ്. നമ്മളെ എല്ലാവരെയും ദൈവം തിരഞ്ഞെടുത്തത് ലോക സ്ഥാപനത്തിന് മുമ്പ് തന്നെയുള്ള സ്നേഹത്താലാണ്. അല്ലാതെ 10, 20, 30 കൊല്ലങ്ങൾക്ക് മുമ്പുള്ള തിരഞ്ഞെടുപ്പല്ല. ലോകം ഉണ്ടാകുന്നതിന് മുമ്പ് ഇങ്ങനെയൊരു ഡിവൈൻ കൂട്ടായ്മ കർത്താവ് പദ്ധതിയിട്ടിരുന്നു. അങ്ങനെ നമ്മളെ ഒരുമിച്ച് കൂട്ടാനും വളർത്താനും ഉയർത്താനും തലമുറകളിലേക്ക് വിശ്വാസ ദീപം പകർന്നു കൊടുക്കാനും ദൈവം നിശ്ചയിച്ചതാണ്. ആ ദൈവം നിശ്ചയിച്ചത് നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഈ ധ്യാനമന്ദിരത്തിലൂടെ ബഹുമാനപ്പെട്ട പനക്കലച്ചൻ്റെ പ്രത്യേക നേതൃത്വത്തിലൂടെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്നലെ മിനിഞ്ഞാന്ന് ഞാൻ 5 മണിക്ക് ഒന്ന് നടന്നേക്കാം, മുക്കാലിന് കുർബാനയാണ്, ഒരു 10 മിനിറ്റ് ഒന്ന് നടന്നേക്കാമെന്ന് കരുതി പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ 3-4 പേര് എന്നെ വന്ന് ഓരോ കാര്യങ്ങൾ ചോദിക്കാൻ വന്നതാണ് കാലത്ത് എഴുന്നേറ്റ്. അപ്പോൾ ഒരാളുടെ പേര് ചോദിച്ചപ്പോൾ ശശി, അടുത്തയാളുടെ പേര് ചോദിച്ചപ്പം ഷാഹിദ്. അപ്പോൾ ഷാഹിദ് എന്ന് പറഞ്ഞപ്പം ഇത് മുസ്ലിം പേരാണല്ലോ എന്ന് ഞാൻ പറഞ്ഞു. അതെ, ഞാൻ മുസ്ലിമാണ്. നീ എങ്ങനെയാ ഇവിടെ വന്നതെന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ തലയ്ക്കകത്ത് 2 മുഴ. അപ്പോൾ പെരിന്തൽമണ്ണയിലെ ഒരു വികാരിയച്ഛൻ പറഞ്ഞു, ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ചെന്ന് ധ്യാനിക്കുക, പ്രാർത്ഥിക്കുക. അവൻ വന്നപ്പം ബുധനാഴ്ചയായിപ്പോയി. അവിടെ ഗേറ്റിൻ്റെ കാവൽ നിന്ന് സെക്യൂരിറ്റി പറഞ്ഞു, ഞായറാഴ്ച വരേണ്ടതായിരുന്നു, ഇനി കയറ്റാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞു. വേറെ ഇച്ചിലൂടെ പരിചയമുള്ളവരോട് എങ്ങനെയും കയറ്റി വിട്ടേനെ. എങ്കിലും അവൻ ഗേറ്റിങ്കിൽ നിന്ന് കുറച്ചു നേരം പ്രാർത്ഥിച്ചിട്ട് തിരിച്ചുപോയി. അവൻ പിന്നെ തിരിച്ചു പോകുന്നത് വെല്ലൂർ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജിലേക്കാണ് ചികിത്സയ്ക്ക്. അവിടെ ചെന്ന് ഡോക്ടേഴ്സിൻ്റെ പരിശോധനയിൽ 2 മുഴയും ഇല്ലാതായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഈ ആഴ്ച മുഴുവൻ ദിവസത്തെ ധ്യാനം കൂടുകയാണ്. അപ്പോൾ ദൈവം അനന്ത സ്നേഹത്താലാണ് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരെയും വിളിച്ചത്, തെരഞ്ഞെടുത്തത്, നിലനിർത്തുന്നത്, വളർത്തുന്നത്, ഉയർത്തുന്നത് ഒരു കൂട്ടായ്മയായിട്ടാണ്. കൂട്ടായ്മയില്ലെങ്കിൽ നമ്മൾ കുറേ കാലം കഴിയുമ്പോൾ ചെതറിപ്പോവും, കുറച്ച് കാലത്തേക്ക് പിടിച്ചു നിൽക്കും. പരസ്പരം പ്രോത്സാഹനം എല്ലാവർക്കും വേണം. ഓരോ ജീവിതാവസ്ഥയിലും അത് വേണം. ആരെങ്കിലുമൊക്കെ ഒരു തെറ്റുകൾ തിരുത്തി തരാനും, ഒരു പ്രോത്സാഹന വചനം പറയാനും, ഒരു പുതിയ വചനം കാണിച്ചു കൊടുക്കാനും, മറ്റുള്ളവരുടെ ഒരു സാക്ഷ്യം ഒന്ന് പറയുമ്പോൾ മങ്ങിപ്പോയ വിശ്വാസം ഉണരും. അതാണ് സാക്ഷ്യത്തിൻ്റെ ഗുണം. വചനം മാത്രമാണെങ്കിൽ ചിലപ്പോൾ അങ്ങ് മറന്നുപോകും. വചനം പ്ലസ് സാക്ഷ്യം, അതാണ് വചന പ്രഘോഷണം എന്ന് പറയുന്നത്. നമ്മൾ അനുഭവിച്ചറിഞ്ഞ വചനം മറ്റുള്ളവരോട് പറയുമ്പോൾ കേൾക്കുന്നവരിൽ ജ്വലനം ഉണ്ടാകും എന്ന് മാത്രമല്ല, അത് പരിശുദ്ധാത്മ അഭിഷേകമായിട്ട് കടന്നു വരും. യോഹന്നാൻ 6:63 ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം ആത്മാവും ജീവനുമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ നമ്മൾ വന്നു ചേർന്നു, ജപമാല ചൊല്ലി, പിന്നെ സ്തുതിപ്പ്, ഗാന ശുശ്രൂഷ, ഇതെല്ലാം വചനമാണ്. എല്ലാം വചനം നിറഞ്ഞതാണ് ഈ ശുശ്രൂഷകളെല്ലാം. അപ്പോൾ ഇതിനകം തന്നെ പലർക്കും രോഗശാന്തി കിട്ടിയിട്ടുണ്ടാവും. അത് ദൈവത്തിൻ്റെ തിരുമനസ്സും തിരഞ്ഞെടുപ്പുമാണ്. ഇവിടെ വചന പ്രഘോഷണവും ദൈവത്തിൻ്റെ വചനമാണ്, മനുഷ്യൻ്റെ വചനമല്ല. ദൈവവചനം ദൈവത്തിന് തുല്യമാണ്. കാരണം എന്താണ്?
യോഹന്നാൻ്റെ 1:1 പറയുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു.